വേണ്ടി ആദ്യം ചെയ്യേണ്ട എന്ത് ചെയ്യണം? കാര്യമായിട്ട് ദുആ ചെയ്യണം. എപ്പോ ദുആ ചെയ്താൽ അള്ളാഹിനോട് മക്കളുടെ കാര്യത്തിൽ ദുആ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്തോ ഒരു സ്നേഹമാണ് നമുക്ക്. കള്ളുകുടീന് പോലും സ്നേഹം മക്കളോടാണ്. അവ നന്നായിട്ട് കള്ളുകുടി, എന്നാലും മക്കളോടുള്ള സ്നേഹമോ. പുനലൂർ അടുത്തടുത്ത് അതിന് പോയി. അപ്പൊ ഞാനിങ്ങനെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവന് മക്കള് ഹാഫിളീങ്ങളാവാൻ ഒരു 6666 വെച്ച് വാഗ്ദാനം ചെയ്യാൻ പറഞ്ഞു. ഒത്തിരി പേര് വാഗ്ദാനം ചെയ്തു. ഞാൻ എന്റെ പ്രസംഗത്തിലൊക്കെ പോലെ സദക്കയൊക്കെ പിരിക്കണം 6666 രൂപ പിരിക്കും. അപ്പൊ ധാരാളം ആളുകൾ മക്കള് ഹാഫിളീങ്ങളാവാൻ വേണ്ടി അങ്ങനെ ഒത്തിരി പേര് ഹാഫിളീങ്ങളായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രതിഫലം തരട്ടെ. അപ്പൊ ഒരു ആള് വന്നിട്ട് എന്റെ അടുക്കൽ, ഉസ്താദെ ഒരു 6666 സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട്. അങ്ങനെ ഞാൻ അയാളുടെ മകന് വേണ്ടി ദുആ ചെയ്തു. അത് കഴിഞ്ഞവൻ വീണ്ടും എഴുന്നേറ്റുണ്ട്. വീണ്ടും ഒരു 6666 എന്റെ മോന് വേണ്ടി വീണ്ടും ദുആ ചെയ്തു. എല്ലാം ഒക്കെ കഴിഞ്ഞ് വാതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഇവൻ ഞാൻ ദുആ തുടങ്ങി വീണ്ടും സ്റ്റേജിന്റെ ഉസ്താദെ എന്റെ മോൻ ഹാഫിളാവണം. നെഞ്ചത്ത് 2 അടിയൊക്കെ അടിച്ച് എന്റെ മോൻ ഹാഫിളാവണം. 6666 മൂന്നാമത്. ചേടാ ഇതെല്ലാം കഴിഞ്ഞ് വാതൊക്കെ കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങി വീണ്ടും എന്റെ അടുത്ത് വന്നു. നേരത്തെ അകലെ എന്നാ പറഞ്ഞു. അടുത്ത ഉസ്താദിന്റെ എല്ലാ മജ്‌ലിസിലും എന്റെ മോൻ സാലിഹായി വളരാൻ ആലിമു ഹാഫിള് ആവാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഇവനല്ല മാനസിക അസുഖം ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാന്നൊക്കെ ഇവന്റെ അടുത്തോട്ട് ഇവന്റെ പൊന്നു സഹോദരങ്ങളെ വാറ്റുചാരായത്തിന്റെ കുണം കുമുകുമാന്നടിക്കുക. ഇവൻ ഫുള്ള് ഫിറ്റാ, ഫുള്ള് വെള്ളത്തിന്റെ മുകളിലാണ് ഇവൻ നിൽക്കണത്. ആ സമയത്ത് മക്കളോടുള്ള സ്നേഹത്തിനൊരു കുറവുമില്ല. നമ്മൾ ഇത്രയും സ്നേഹത്തോടെ വളർത്തുന്ന നമ്മുടെ മക്കൾ നാളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയായി വരണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒന്നാമത്തെ കാര്യം കാര്യമായിട്ട് ദുആ ചെയ്യുക. രണ്ടാമത്തെ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ ലഇൻ അതൈതനാ സാലിഹാ ലനകൂനന്ന മിനശ്ശാകിരീൻ. അല്ലാഹുവേ നീ ഞങ്ങൾക്കൊരു സാലിഹായ സന്താനത്തെ തരണേ അല്ലാ. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്തു. ദുആയുടെ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിക്കാവുകയാണ്. ഒരു കുഞ്ഞിന്റെ ജനനം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമാണ്. അതാ കുഞ്ഞു ജനിക്കാൻ പോവുകയാണ്. നിന്റെ കുഞ്ഞു നീ ആട്ടുനോട്ടിരുന്ന് നിന്റെ കൺമണി ഭൂലോകത്തേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു കുഞ്ഞു ജനിച്ചാലുടനെ അവന്റെ വലതു ചെവിയിൽ നീ ബാങ്ക് കൊടുക്കണം, ഇടതു ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം, അവന് സുന്ദരമായൊരു പേര് വിട്ടു കൊടുക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദ്യമായിട്ട് അവന്റെ വലതുകൈയില് ബാങ്ക് കൊടുക്കണം. കാരണം എന്താ? അവൻ ഈ ലോകത്തിന്റെ വെളിച്ചത്തിലോട്ട് വരികയാണ്. ഇതേവരെ അവൻ വെളിച്ചം കണ്ടിട്ടില്ല. ഇത്രയും നാൾ അവന്റെ ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ഇരുട്ടറയിലാണ് കിടക്കുന്നത്. അവിടെ നിന്നത് അവൻ വെളിയിലോട്ട് വരികയാണ്. ഇത്രയും നാൾ അല്ലാഹു അവനെ കാത്തു സൂക്ഷിച്ചതാണ്. ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന 5 ലിറ്റർ വെള്ളം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള ഗർഭാശയത്തിന്റെ ഉള്ളില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സുരക്ഷിതമായി മാലിന്യങ്ങളില്ലാതെ ഒരു ചതിയും കളവും അവൻ പഠിച്ചിട്ടില്ല. ഉമ്മാന്റെ ഗർഭാശയത്തിലൊന്നും അവൻ കണ്ടിട്ടില്ല. ഗർഭാശയത്തിന്റെ വായുടെ ഭാഗത്ത് അല്ലാഹു ഒരു അരിപ്പ തന്നെ വെച്ചിട്ടുണ്ട്. ആ അരിപ്പയുടെ പേര് പ്ലാസന്റ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി ഉമ്മാന്റെ രക്തത്തിൽ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ, ഉമ്മയുടെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യമുണ്ടെങ്കിൽ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിന് പിടിക്കാട് അല്ലാഹു ഒരു അരിപ്പ തന്നെ വെച്ചിരിക്കുകയാണ്. അത്ര അരിച്ചു ശുദ്ധമായിട്ടാണ് ഒരു കുഞ്ഞു ലോകത്തോട്ട് വരുന്നത്. ഇനിയാണ് അവൻ കൊള്ളപ്പലിശക്കാരന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത്. ഇനിയാണ് അവൻ കള്ളുകുടിയനെ കാണാൻ പോകുന്നത്. ഇനിയാണ് അവൻ പെൺവാണിഭക്കാരനെ കാണാൻ പോകുന്നത്. അവൻ ഇത്രയും നാളും ഇരുട്ടത്തായിരുന്നു. ഇനി അവൻ കാണാൻ വെളിച്ചം കാണാൻ പോവുകയാണ്. അവൻ ലോകത്തിന്റെ സൂര്യന്റെ വെളിച്ചം കാണുമ്പോ, ചന്ദ്രന്റെ വെളിച്ചം കാണുമ്പോ അവന്റെ ചെവിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, മമ്പേനോറോ സംസ്വ കമറോ യമസ്ദറേലുതുഫേ സാമാം സഹറോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ കുഞ്ഞി പിശാചുക്കൾ പാർക്കുന്ന ലോകം കാണുമ്പോ അവന്റെ വലതു ചെവിയിൽ ആദ്യം കേൾക്കുന്ന നാമം അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന നാമമാകണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
ആദ്യം കേൾക്കുന്ന എന്തായിരിക്കണം? വലത് ചെവിയില് ബാങ്ക് വിളിക്കണം. അവൻ ആദ്യം കേൾക്കണം ബാങ്കാരിക്കണം. വലത് ചെവിയില് ബാങ്ക് വിളിക്കണം. കേട്ടാൽ ബാങ്ക് വിളിച്ചാല് തൈക്കാവി അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ പള്ളി പോകും. അവൻ ജനിച്ചപ്പോഴേ കേട്ട അല്ലാഹു അക്ബർ. ഇത് വെറുതെ പറയണമെന്നല്ല, ശാസ്ത്രീയപരമായിട്ട് തന്നെ ഇത് വലിയ അടിസ്ഥാനമായ തത്വമാണ്. ശാസ്ത്രീയപരമായി ഏറ്റവും അടിസ്ഥാനപരമായ തത്വമാണിത്. നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നതാണോ മനസ്സിൽ നിൽക്കുന്നതല്ല പിന്നീട് പഠിക്കുന്നതാണോ? എപ്പോ പഠിക്കുന്ന? ചെറുപ്പത്തിൽ. നമ്മൾ കാണുന്നതാണോ മനസ്സിൽ തങ്ങിയിരിക്കുന്നത്, കേൾക്കുന്നതാണോ മനസ്സിൽ തങ്ങിയിരിക്കുന്നത്? നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നതാണോ എപ്പോഴും മനസ്സിൽ തങ്ങിയിരിക്കുന്നത്, അതല്ല കണ്ണുകൊണ്ട് കാണുന്നതാണോ മനസ്സിൽ തങ്ങിയിരിക്കുന്നത്?